നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം CPM-നുള്ളിലുള്ള തർക്കങ്ങൾ അതൊന്നൊന്നായിട്ട് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മുതൽ എല്ലാവരും പറയുന്നത് ഈ MP ഗോവിന്ദനെയും പിണറായിയുടെ ദൂരെ കളയണമെന്നാണ് പലരുടെ ആവശ്യം. അതെ, അതെന്ന് നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം. കാരണം ഈ ചർച്ചകൾ ഇങ്ങനെ നീളുന്നു. സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെ തന്നെ അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പേച്ചപ്പ് ചെയ്ത് ഇവരെ രണ്ടുപേരും പേര് വെട്ടി മാറ്റി തൽക്കാലം ഒരു സേഫ് ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള നീക്കം നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം, പിണറായി വിജയൻ തെറിച്ചാലും അല്ല MP ഗോവിന്ദൻ തെറിച്ചാലും പിണറായി വിജയൻ തെറിക്കില്ല. പിണറായി വിജയൻ അവിടെ തന്നെ ഇരിക്കും. അതായത് പ്രതിപക്ഷ നേതാവായിട്ടും MLA ആയിട്ടും ധർമ്മടത്ത് ഇതായിട്ടും ഒക്കെ അദ്ദേഹം അവിടെ തന്നെ ഇരിക്കും. എന്നാൽ MP ഗോവിന്ദൻ തെറിക്കാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറും കൂടിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതെ. അപ്പോൾ ഇതിനകത്തെ വേറൊരു വലിയ രസം, പിണറായി എതിർക്കുന്ന എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരുമാതിരിപ്പെട്ട വിവരമുള്ള മുതിർന്ന നേതാക്കളെല്ലാം പിണറായി വിരുദ്ധരാണ്. പിണറായിയെ എതിർക്കുന്ന ഇത്രയും ആൾക്കാർ അവരുടെ ഒരു ലക്ഷ്യം എന്താണെന്നറിയാം? ഇദ്ദേഹത്തെ ഇപ്പോൾ നിലവിൽ മാറ്റുന്നത് അപകടമാണെന്നാണ്. ആരെയാണ്? MP ഗോവിന്ദൻ. MP ഗോവിന്ദനെ മാറ്റിയാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, MP ഗോവിന്ദൻ്റെ സ്ഥാനത്തേക്ക് പിന്നീട് വരിക EP ജയരാജനായിരിക്കും. ഇതിൻ്റെ അപ്പുറമായിരിക്കും അവസ്ഥ എന്നുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ EP ജയരാജൻ MP ഗോവിന്ദൻ്റെ സ്ഥാനത്തേക്ക് വന്നാൽ ഏതാണ്ട് തുല്യമായി പിണറായിയും പുള്ളിയുടെ ഏറ്റവും അടുത്ത ആളുമാണ്. ഈ പാർട്ടി ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ഇപ്പോൾ നമുക്കറിയാം, തോമസ് ഐസക്ക്, അതുപോലെ KK ശൈലജ, മുതിർന്ന നേതാക്കളായിട്ടുള്ള, അതുപോലെ തന്നെ ഈ പറയുന്ന P ജയരാജൻ, MV ജയരാജൻ, പിന്നെ MM മണി, ഇടുക്കിയിൽ നിന്നുള്ള ജയചന്ദ്രൻ, ഇങ്ങനെ ഒരു വലിയ വിഭാഗം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരാരും ഒരു നേതൃമാറ്റം പരസ്യമായിട്ട് ഉന്നയിക്കുന്ന ഇല്ല. പക്ഷേ അവരുടെ ഒരു അഭിപ്രായത്തിനുള്ളിൽ അവരുടെ വരികളിലൂടെ വായിച്ചാൽ നമുക്ക് പിണറായി വിരുദ്ധത വ്യക്തമാവുകയും ചെയ്യും. ഇപ്പോൾ ഒരു കാലത്ത് പിണറായിയുടെ വിശ്വസ്തന്മാരായി നടന്നവരെല്ലാവരും പിണറായി വിരുദ്ധന്മാരെ മാറിക്കഴിഞ്ഞു. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സീറ്റ് കിട്ടാത്ത സമയത്ത് മണിയാശ നടത്തിയ പ്രതികരണം പോലും നമുക്ക് അതിലേക്ക് ഒരു ദുസ്സൂചന അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പ്രായപരിധി പറഞ്ഞ് ഒഴിവാക്കിയത് ഇതാണല്ലോ സുധാകരൻ പറഞ്ഞത്. സുധാകരൻ ഇപ്പം നമുക്കറിയാം, CPM-നകത്ത് ഒരുപാട് വിമതർ എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പേര് പാർട്ടി വിട്ടുപോയി, പാർട്ടി മാറിപ്പോയി. അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടിപ്പോൾ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പത്തനംതിട്ടയിലെ A പത്മകുമാറും പാർട്ടി വിടാൻ ഒരുങ്ങല്ല. അദ്ദേഹം സാങ്കേതികമായി പാർട്ടിക്ക് പുറത്തായി. ഇനിയിപ്പം ഇദ്ദേഹത്തെ എല്ലാ ഇതിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അതോടുകൂടി അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് നീങ്ങുകയും ചെയ്യും. കാരണം അമ്പലപ്പുഴയിൽ സുധാകരൻ എന്താണോ ചെയ്തത് അതാണ് ഇപ്പോൾ പത്മകുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ്, അതാണ് പത്തനംതിട്ട ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സുധാകരൻ ചെയ്ത് മെമ്പർഷിപ്പ് അദ്ദേഹം പുതുക്കിയില്ല. പത്മകുമാറും മെമ്പർഷിപ്പ് പുതുക്കിയില്ല. ശരിക്കും പറഞ്ഞാൽ CPM-ൽ സുധാകരൻ എത്ര സീനിയറാണ്. പിണറായിയുടെ ആ സമയത്ത് വന്ന എസ് അന്നത്തെ കാലത്ത് സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളിനെ ഒരു സംസ്ഥാന കമ്മിറ്റിക്ക് അപ്പുറം പോകാൻ അനുവദിക്കാതെ എത്രയോ ജൂനിയറായ ഈ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുത്തു. ആ സമയത്തൊന്നും തന്നെ സുധാകരനെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തിട്ടില്ലായിരുന്നു. അത് ആദ്യം മുതലേ തന്നെ സുധാകരനെ ഒതുക്കുന്ന ഒരു രീതി ഇവർ പിന്തുടർന്ന് വന്നിരുന്നത്. കാരണം സ്വന്തമായിട്ട് നിലപാടുള്ള ആളാണ്. അത്തരക്കാരെ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ഇപ്പോഴും നിലവിൽ മാറ്റമൊന്നുമില്ല നിയമസഭയിൽ. പക്ഷേ അദ്ദേഹത്തിന് ആ പടം ഇപ്പോൾ 1.5 മിനിറ്റ് സംസാരിക്കാൻ സമയം കിട്ടും. പക്ഷേ കോൺഗ്രസ്സുകാർ അവരെ സമയം കൂടെ അദ്ദേഹത്തിന് കൊടുക്കും. നിങ്ങൾ സംസാരിച്ചാൽ പറയാം. അപ്പോൾ അത് നന്നായിട്ട് നല്ല ഗംഭീര ഭാഷയിൽ അദ്ദേഹം എല്ലാവർക്കും കണക്കിന് കൊടുക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ ഈ പത്മകുമാറിൻ്റെ കാര്യമാണല്ലോ, പത്മകുമാറിനെ പുറത്താക്കാനാണ് പാർട്ടി ഇരിക്കുന്നത്. മെമ്പർഷിപ്പ് പുതുക്കി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തെറ്റാണ്. മെമ്പർഷിപ്പ് അദ്ദേഹം പുതുക്കിയിട്ടില്ല. അത് അദ്ദേഹം തന്നെ നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അത് പുതുക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം കാത്തിരിക്കുന്നത് ചില വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടി. അത് എപ്പോൾ അദ്ദേഹത്തെ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കുന്നു, ഓൾറെഡി ഒരു സാങ്കേതികമായിട്ട് പുറത്തായി, ഇദ്ദേഹത്തെ മെമ്പർഷിപ്പിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നതായിട്ട് ഇവർ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനം വരും. ചിലപ്പോൾ കാര്യം മുൻ MLA ആണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, മുതിർന്ന നേതാവാണ് ജില്ലയിൽ. അങ്ങനെ ആകുമ്പോൾ അതൊരു പ്രഖ്യാപനം തന്നെ ഉണ്ടാകുന്നതോടെ അദ്ദേഹം ചില വെടിക്കെട്ട് നടത്താനായിട്ട് കുറേ സാധനങ്ങൾ കരുതി അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതി ലിസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കത് വിശ്വസനീയമായി എഴുതാൻ പോകുന്നു പറയപ്പെടുന്നു. അതുകൊണ്ട് അതിനൊപ്പം തന്നെ ഇത് ചെയ്യാൻ പോകുന്നു. അതുകൂടി വരുന്നതോടെ പിണറായി വിജയന്റെ ഈ നെഞ്ചത്തോട്ടുള്ള അവസാനത്തെ ആണികളിൽ ഒന്നായിട്ട് വരും. മറ്റൊന്ന് വീണ വിജയൻ.
വീണ വിജയന്റെ ഇഷ്യൂ, അതായത് തൈക്കണ്ടി വീണ ഇപ്പം എന്തായാലും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് മുങ്ങിയൊക്കെ നടക്കണം, പക്ഷെ ഹാജരാകേണ്ടി വരുമല്ലോ, ഒരുപാട് നേരം മുങ്ങിയൊക്കെയാണെന്ന് ഹാജരാണ്. അപ്പം അത് അങ്ങനെയും വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണൂരിൽ നിന്നും വലിയ ഒരു നീക്കം ഈ പിണറായി വിജയൻ അടക്കം ഉള്ളവർക്കെതിരെ ഉണ്ടാകുന്നത്. കണ്ണൂരിൽ നിന്ന് അടക്കമാണ് വരുന്നത്. മാത്രമല്ല പിണറായി വിജയന്റെ വെട്ടിയെടുപ്പുകാരനെ കെ രാജേഷിനെതിരെ അവിടെ അതിഭീകരമായ രീതിയിൽ സൈബർ ആക്രമണം സ്വന്തം പാർട്ടിക്കകത്ത് നടക്കുന്നു. അതെ, അത് തോമസ് ഐസക്കിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പൊട്ടിത്തെറിച്ച് രംഗത്തെത്തി. കാരണം ഈ പാർട്ടി തീർന്നു പോകുന്നതാണ് അവർ ആണല്ലോ. ഇത് ഏതാണ്ട് വെടിതീർന്ന അവസ്ഥയിലാണ്, ബാക്കി കൂടെ കച്ചങ്ങ് തീർക്കാന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. CPM ഇല്ലാതെയാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം അതിനു വേണ്ടിയാണ്. അപ്പം അവരെല്ലാവരും ഈ പൊട്ടിത്തെറിക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. ഒഴിയുവാണെങ്കിൽ രണ്ടും കൂടെ ഒഴിയണം, അല്ലെങ്കിൽ ഒഴിഞ്ഞിട്ട് കാര്യമില്ല. പിണറായി വിജയനെ അവിടെ ഇരുത്തിക്കൊണ്ട് MV ഗോവിന്ദനെ ഒഴിവാക്കിയാൽ പിണറായി വിജയൻ്റെ തന്നെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള EP ജയരാജൻ ആ സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റിലേക്ക്, ഇദ്ദേഹം ഭാര്യ സ്ഥാനാർത്ഥിയാക്കിയെങ്കിൽ മറ്റേ അദ്ദേഹം ചിറ്റപ്പനായിരുന്നുകൊണ്ട് നിയമനം നടത്തിയ. അപ്പോൾ ഈ അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് വി ശിവൻകുട്ടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയേ പറ്റൂ. അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആകുന്നതിന് വേണ്ടി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതായത് അവസാനത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല അദ്ദേഹം, ജില്ലാ സെക്രട്ടറി വി ജോയിയെ നീക്കണം, കാരണം ഇരട്ട പദവിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഈ ഇരട്ട പദവി കൊടുത്തത് അദ്ദേഹം തന്നെയാണ് ഇരട്ട പദവി കൊണ്ടു കൊടുത്തത്. അന്ന് വേറെ മറ്റു പലരും സുനിൽകുമാറിനെ പോലുള്ളവരുണ്ടായിരുന്നപ്പോൾ അവരെ വെട്ടാൻ വേണ്ടി ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണിയാവാൻ സാധ്യതയുള്ളതുകൊണ്ട് സുനിൽകുമാറിനെ വെട്ടാന്ന് വിചാരിച്ചു. അതിന് പകരം അന്ന് ഇരട്ട പദവി കൊടുത്തത്. ഇരട്ട പദവിയുടെ പേരിൽ ഒഴിവാക്കണം എന്ന് പറയുന്നു. ഇപ്പം അതുപോലെ തോമസ് ഐസക്കൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം തോമസ് ഐസക് കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആ സ്ഥിതിക്ക് അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറി ആകാമല്ലോ, അദ്ദേഹത്തിനെ ആക്കിക്കൂടെ? അതാണ്. പക്ഷെ അദ്ദേഹം മറ്റൊരു ഗോവിന്ദ മാഷ ആകാനാണ് സാധ്യത. ഗോവിന്ദ മാഷേക്കാളും പിന്നെ വിദ്യാഭ്യാസം വിവരം ഉണ്ടെന്നുള്ള വേറൊരു കാര്യമുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നതും നമുക്കറിയാം, ആർക്കും ദഹിക്കാത്ത മണ്ടത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ട് വയ്ക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ആകെപ്പാടെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത ഒരു തൃശങ്കു സ്വർഗത്തിലാണ്. അല്ല, ആർക്കും ഒന്നും വ്യക്തതയില്ല. ഈ നേതാക്കന്മാരും ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും വാ തുറന്ന അടുത്ത സജഷൻ്റെ മറുപടി വരും. അതെ, അടിച്ച് നിരപ്പാക്കും. അപ്പോൾ ഇത് പിണറായി മാറത്തില്ല. പിണറായി എന്ന് പാർട്ടി പിടിമുറുക്കിയിരിക്കുന്നു അത്രത്തോളം നാളും ഗോവിന്ദൻ തന്നെ അവിടെ ഇരിക്കട്ടെ എന്നാണ് ഇവർ. പിണറായിയെ പരമാവധി നാറാൻ വേണ്ടി ഇരുത്തിക്കാന്നുള്ളതായിരിക്കും അവരുടെ അടുത്ത പരിപാടി. അല്ല, ഇനി കൂടുതൽ നാറാൻ പറ്റില്ല പിണറായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ ഈ ED ചോദ്യം ചെയ്തൽ മകളിലേക്ക് ചെല്ലുന്നു, മകളുടെ അറസ്റ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മകളെ അടുത്ത തലത്തിലേക്ക് വേറൊരു അന്വേഷണം പോവുകയാണെങ്കിൽ, പുതിയ വസ്തുക്കൾ പുറത്തു വരികയാണെങ്കിൽ ചിലപ്പം പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ എന്തായാലും അത് രാജിവെച്ചേ പറ്റൂ. ഇപ്പോഴും പിണറായിയെ സ്തുതിക്കുന്ന, പിണറായിക്കൊപ്പം നിൽക്കുന്നവർ വേറെ അപ്പുറത്തെ ആടിക്കൊണ്ട് ഇയാളെ ഒഴിവാക്കണമെന്ന് പറയും. ഇപ്പം തന്നെ അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. പലരും നേരിട്ട് പറയാൻ ഇയാൾക്ക് ഇപ്പോഴും ഹോൾഡ് ഉണ്ടല്ലോ. ഇയാളെപ്പോഴും ഭയക്കുന്ന ഒരു വലിയ ഭാഗം നേതാക്കന്മാർ ആ പാർട്ടിയിലുണ്ട്. അവരിപ്പം മിണ്ടാതിരിക്കും, പക്ഷേ ഒരു വീഴ്ച വന്ന് കണ്ടാലും പിന്നെ അവരുടെ ചവിട്ടുകാരും കൂടെ. അതാണ് നമ്മുടെ രാഷ്ട്രീയം നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം. എങ്ങനെയാണ് ശക്തനായിരുന്നവൻ താഴോട്ട് വീഴുകയാണെങ്കിൽ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ചവിട്ടിക്കൂട്ടിയായിരിക്കും പിന്നീട്. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നത് ഈ CPMൻ്റെ ഒരു തകർച്ച തുടങ്ങുന്നത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും, MV ഗോവിന്ദൻ ഈ പാർട്ടി സെക്രട്ടറി ആകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇത് 10 വർഷത്തിനിടയിൽ സംഭവിച്ച 2 സംഭവങ്ങളാണ്. കോടിയേരിയുടെ മരണത്തിന് ശേഷമാണല്ലോ MV ഗോവിന്ദൻ സെക്രട്ടറി ആകുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന മുഖ്യമന്ത്രിയാകുന്നിടം തൊട്ട് അത് ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവി വരെ നമ്മൾ അനലൈസ് ചെയ്താൽ ക്രമാനുഗതമായിട്ട് ഈ പാർട്ടി തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പാർട്ടിക്ക് വന്ന അപജയങ്ങൾ എല്ലാം പിണറായി വിജയൻ്റെ ഒരു കണ്ണുരുട്ടലിൽ മുങ്ങിപ്പോവുകയാണ്. ഉപ്പുവച്ച കാലത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പം. താഴോട്ട് പടവലങ്ങര വളർച്ചയാണ്, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി. ഇത്രയും MLA-മാരുടെ എണ്ണം കുറഞ്ഞൊരു കാലഘട്ടമില്ല. ഇത്രയും നാണം കെട്ട് നിയമസഭയ്ക്ക് പുറത്തു വെക്കത്തില്ല. അത് മാത്രമല്ല ജനങ്ങളുടെ മുന്നിൽ അവർ വളരെ മോശക്കാരെ നിൽക്കുകയല്ലേ. ഒരു കുടുംബം മുഴുവൻ കട്ടുകൊണ്ട് പോയിരിക്കുന്നു കേരളത്തിലെ ജനങ്ങളെ സ്വത്ത് മുഴുവൻ. കൂട്ടുനിന്നവന്മാരെല്ലാം പെരുങ്കള്ളന്മാർ. പോലീസിന് ഉപയോഗിച്ച് ആരെങ്കിലും എന്തെങ്കിലും കണ്ണുവിട്ട് കാണിച്ചെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പിടിച്ച് അവൻ അകത്തിട്ട് പീഡിപ്പിക്കുക. ഇതൊക്കെ തന്നെ വീട് റെയ്ഡ് ചെയ്യുക. ഇതൊക്കെ ഇപ്പം തിരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ രീതിയിൽ എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? ബുദ്ധിമുട്ടാണ്. പറ്റത്തില്ല. ഇങ്ങനെ പിണറായി വിജയനും MV ഗോവിന്ദനുമാണ് ഈ പാർട്ടിയെ ഇനിയും അടുത്ത 5 വർഷം മുഴുവൻ നയിക്കാൻ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും പിന്നീട് ഇവിടെ ഈ പാർട്ടി ഉണ്ടാവില്ല. BJPക്ക് ശക്തമായ പ്രതിപക്ഷമായി മാറേണ്ടി വരും. അത് മാറും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കുന്നുണ്ട്. BJP പരമാവധി എല്ലാം ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നിയമസഭയിൽ തന്നെ കണ്ടില്ലേ. ശരിക്കും കേരള നിയമസഭയിൽ ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞത് BJP. B ഗോപകുമാറും B മുരളീധരനും അതല്ലെങ്കിൽ പിന്നെ രാജേന്ദ്ര ശേഖറും അവർ ശക്തിയായിട്ട് അവരുടെ ന്യായങ്ങൾ പറയുന്നുണ്ട്. അവരാണ്. അതെ, എന്തായാലും CPM-നുള്ളിൽ കടുത്ത വിഭാഗീയതയാണ്. CPM-നുള്ളിൽ കടുത്ത കലാപം തന്നെയാണ് സത്യത്തിൽ നടക്കുന്നത്. അത് പുറത്തോട്ട് അറിയുന്നില്ല. ഇത് പറയുമ്പോൾ നമുക്ക് പഴയ കാര്യം ഓർമ്മ വരുന്നത്,
EMS കൊണ്ടിരിക്കുക പറഞ്ഞു കെ കരുണാകരൻ മന്ത്രിസഭ അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ താഴെ തള്ളിയിടുന്നില്ല, അവിടെ ഇരുന്നത് നാറി പൊഴുത്ത് അവസാനം എല്ലാം നശിച്ചങ്ങ് താഴെ വിട്ടെ, എന്നിട്ട് ഞങ്ങൾ എൻ്റർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ അവസ്ഥയാണ് ഇപ്പം സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന്, കോൺഗ്രസ്സുകാരെന്നല്ല സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പിണറായി വിജയൻ നേരിടുന്നത്. പിണറായി വിജയൻ പരമാവധി നാറട്ടെ എന്നുള്ളത് തന്നെയാണ് ഇപ്പം പാർട്ടിയിലെ ഒരു വലിയ ഭാഗം നേതാക്കളും അണികളും വിശ്വസിക്കുന്നത്. അവിടെ നിന്ന് താഴെ വീഴുന്നിട്ട് പിന്നെ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു ശുദ്ധീകരണം എന്തായാലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ അത് എന്ന് എന്നുള്ളതാണ് ചോദ്യം. അതാണ്.